ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബോഗൻ വില്ലയുടെ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ 4 വെറൈറ്റി പ്ലാന്റ്സ് ആണുള്ളത്. ഇതൊന്നും ഞാൻ ഗാർഡനിൽ നിന്നൊന്നും വാങ്ങി നട്ടതോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അതിൻ്റെ സ്റ്റെമ്മ് ഞാനിങ്ങനെ കളക്ട് ചെയ്തിട്ട് അത് ചട്ടിയിൽ നട്ടുപിടിപ്പിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, കടയിൽ നിന്ന് വാങ്ങിയതാണോ, എവിടെ നിന്നാണ് കിട്ടിയത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെറിയൊരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനെ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതുപോലത്തെ ചെറിയൊരു സ്റ്റെമ്മ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ സ്റ്റെമ്മിലുള്ള ലീഫെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗമില്ലേ, അതിനൊന്ന് ഷാർപ്പാക്കിയതിന് ശേഷം, അതായത് നമ്മൾ ഒടിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് അത് ചതഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അതുപോലെ തന്നെ അതിങ്ങനെ ഇളകി പോയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ അതിനെ ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ ഒരു അറ്റം ഇങ്ങനെ കൂർപ്പിച്ച് എടുത്തതിന് ശേഷം ആണ് നടാനുള്ളത്. അപ്പം ഞാനെപ്പോഴും അങ്ങനെയാണ് നടാറുള്ളത്. അതായത് പിന്നെ നല്ല മെച്യൂറായിട്ടുള്ള ഒരു സ്റ്റെമ്മായിരിക്കും നടാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ആദ്യം ഇതുപോലെ ഒരു ആലോവേരയുടെ ഒരു തണ്ടിനകത്ത് ഇങ്ങനെ വയ്ക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പീസ് മുറിച്ചിട്ട് അതോടുകൂടി തന്നെ നമുക്ക് മണ്ണിൽ നടാം. അല്ലെങ്കിൽ കുറച്ച് സമയം ഇങ്ങനെ വച്ചിരുന്നതിന് ശേഷം ആ സ്റ്റെമ്മ് മാത്രം നട്ടാലും മതി. അപ്പോൾ നമ്മുടെ ഈ ആലോവേര പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു റൂട്ടിങ് ഹോർമോണായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റൂട്ട് വരാനും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഒക്കെ അത് സഹായിക്കും. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ കയ്യിലുള്ള ഓരോ വെറൈറ്റി പ്ലാന്റ്സ് ആയിട്ട് കാണാം. അപ്പോൾ ഒന്നാമത്തെ വെറൈറ്റി ഇതാണ്. ഇതിനകത്തൊരു വൈറ്റും അതുപോലെ തന്നെ ഈ ഒരു പിങ്ക് കളർ, മജന്ത കളറും കൂടെ ഒറ്റ പ്ലാന്റിൽ തന്നെ 2 വെറൈറ്റി കളേഴ്സ് വരുന്നൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് ഞാൻ ഒരുപാട് സ്റ്റെമ്മ് വെച്ചതാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് ഒരൊറ്റ സ്റ്റെമ്മ് മാത്രമാണ് എനിക്ക് കിളിച്ച് കിട്ടിയത്. ഇച്ചിരി പാടായിരുന്നു. കാരണം അതിൻ്റെ എനിക്ക് കിട്ടുന്ന സമയത്ത് കുറച്ച് മെച്യൂർ അല്ലാത്ത ഇളം കമ്പാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് കിളിച്ച് വരാനായിട്ട് നല്ല പാടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും നടുന്ന സമയത്ത് നമുക്ക് ഒരു മെച്യൂറായിട്ടുള്ള അത്യാവശ്യം വളർന്ന് നല്ല മൂപ്പെത്തിയ കമ്പുകൾ നോക്കി നടുന്നതായിരിക്കും പെട്ടെന്ന് വളരാനായിട്ട് സഹായിക്കുന്നത്. രണ്ടാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റാണ്. ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പൂക്കാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പൂവിലൊരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ടായിരിക്കും. പിന്നീട് അത് നല്ലൊരു മജന്ത പൂവായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതിനകത്തൊരു ഓറഞ്ചും മജന്തയും കൂടെ മിക്സായിട്ടാണ് ആ ഒരു ചെറിയ ഫ്ലവർ നിൽക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ 1-2 ദിവസമേ ആയിട്ടുള്ളൂ അത് പൂത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ പൂ വലുതായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കളർ മാറും. പിന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ എൻ്റെ ഗാർഡനിൽ എനിക്ക് ബോഗൻ വില്ലാസിൽ ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒറ്റ പ്ലാന്റാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഇതൊരു നട്ടിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി. ഇപ്പോഴാണ് അതിങ്ങനെ പൂക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറഞ്ഞാൽ മറ്റേ കൊലയായിട്ട് പൂക്കുന്ന ടൈപ്പ് ഒരു ചെടിയാണ്. അപ്പോൾ ഇത് തന്നെ ഞാനൊരു 2-3 ചട്ടികളിലാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ അത് ഇപ്പോൾ 2-3 വർഷമായിട്ട് അത് പൂക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തു നിന്നുള്ള നല്ല സ്റ്റെമ്മുകൾ എടുത്തിട്ട് ഞാൻ വേറെ ചട്ടിക്കകത്ത് നട്ടതാണിത്. അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റാണ്. ഇത് ഒരു റെഡ് കളറാണ്, റെഡ് മജന്ത മിക്സാണ്. ഇതിനകത്ത് സിംഗിൾ ഫ്ലവറായിട്ടാണ് വരുന്നത്. ഒരു തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സും ഞാൻ യൂസ് ചെയ്യാറില്ല. ചെടി നടുന്ന സമയത്തും നട്ട് കഴിഞ്ഞിട്ട് പിന്നീടും അത് യൂസ് ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ 1-2 വട്ടമായിട്ട് DAP ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ വാങ്ങുന്ന സമയത്ത് ആ കടയിലുള്ള ആൾ പറഞ്ഞത് 15 ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് അത് യൂസ് ചെയ്യണം എന്നാണ്. പക്ഷേ ഞാനത് കറക്റ്റായിട്ട് അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ആ DAP ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ട് ഏകദേശം 1 മാസത്തോളമായി. ഇനി കുറച്ച് ഇപ്പം നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. പിന്നെ അതെല്ലാം കൊഴിഞ്ഞ് പ്ലാന്റ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആയിരിക്കും ഞാൻ ഇനി അത് ചെയ്യുന്നത്, ഇനി ആ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 15 ദിവസത്തിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ട് ആ ഫെർട്ടിലൈസർ യൂസ് ചെയ്യാം. അത് ചെറിയ ബോൾസ് പോലെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിനകത്തുനിന്നൊരു 3-4 ബോൾസ് ഇട്ടാൽ മതി. അധികമായി കഴിഞ്ഞാൽ ചെടിക്കത് ദോഷമായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ടാൽ മതി. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം പ്ലാന്റ്സിന് കൊടുക്കുന്നതും ശരിയല്ല. ആവശ്യത്തിന് മാത്രം നനച്ച് കൊടുത്താൽ മതി. പിന്നെ ബോഗൻവില്ലാസ് എല്ലാം അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഫ്ലവറിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ഇപ്പം ഞാനിങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയതുപോലെ നിങ്ങൾക്കും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ വലിയ വില കൊടുത്തൊന്നും ഇനി ഗാർഡനിൽ നിന്നൊന്നും നമുക്ക് ഇതുപോലെയുള്ള ബോഗൻവില്ലാസ് ഒന്നും വാങ്ങണ്ട. നമുക്ക് ചെറിയൊരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ നല്ലൊരു പ്ലാന്റ് ഉണ്ടാക്കാം. നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ അത്യാവശ്യം ഇങ്ങനെ കെയർ ചെയ്താൽ നന്നായിട്ട്. ഇപ്പോൾ ഒരു വെറൈറ്റിയോ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. ആ ഒരു വെറൈറ്റിയെ തന്നെ നമുക്ക് പല പല ചട്ടികളിലാക്കിയിട്ട് നല്ലൊരു പ്ലാന്റാക്കി മാറ്റുമ്പോഴത്തേക്ക് അതെല്ലാം ഒരുമിച്ച് പൂക്കുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും. പല പല വെറൈറ്റീസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒറ്റ വെറൈറ്റി തന്നെ ഒരു കളറ് തന്നെ പൂത്ത് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. അപ്പം ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് നോക്കാം. വലിയ ചിലവുള്ള ഒരു കാര്യവും തന്നെ ഇതിനകത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.